എന്ന് വെച്ചാൽ നാളെ എൻ്റെ കഴിവങ്ങാൻ നശിച്ചു പോകുമ്പോൾ എല്ലായിടത്തും കിടപ്പിലായി കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാനുള്ള വല്ലതും ഉണ്ടാക്കി സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സെക്യൂരിറ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. എന്നിട്ടേ കല്യാണം പോലും കഴിക്കാൻ പാടുള്ളൂ. പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക, കുട്ടികളുണ്ടാക്കുക ഒക്കെ ചെയ്യേണ്ടത് പിന്നെയാണ്. ഈ പരിപാടി കടം വാങ്ങിയിട്ട് അവിടെ ചെയ്യുന്ന ആൾക്കാർ ചോദിക്കും. ഇത് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, സ്നേഹബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും, കാമുകി കാമുകൻ, ഭർത്താവ് ഭാര്യ കുട്ടി, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട കാലമാണ്. പിന്നെ സെൽഫ് എസ്റ്റീം, സൊസൈറ്റിയിലൊരു ഞെളിഞ്ഞു കിടക്കുന്ന മനുഷ്യനായിട്ട് മാറുക. കുറച്ച് നാട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചേട്ടാ ഒക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ആളാണ്. അതിന് സൊസൈറ്റിയിൽ കുറച്ച് ഇടപെടേണ്ടി വരും അല്ലേ, വലിയ പിരിവുകളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ സൊസൈറ്റിയിലേക്കും കൂടെ നമ്മളെ യൂസ്ഫുൾ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് സെൽഫ് എസ്റ്റീം പോയിന്റ് വരും. ഇത് കഴിഞ്ഞിട്ടാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഞാൻ എന്നിൽ തന്നെ സംതൃപ്തനായി ജീവിക്കാൻ പഠിക്കും. അവിടെയാണ് സ്പിരിച്വാലിറ്റി വരുന്നത്. അതുകൊണ്ടാണ് പലരും ഈ വയസ്സാകുമ്പോൾ സ്പിരിച്വാലിറ്റിക്ക് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് മിണ്ടാതെ തിരിച്ച് ഇവിടെ വന്നിട്ട് ആദ്യം തുടങ്ങുന്ന ഒരാളാണ്.